ഹിയറിംഗ് വിവാദത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ വിമർശിച്ച് എൻ പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറിയുടെ മലക്കം മറിച്ചിൽ എല്ലാം വിചിത്രമെന്നാണ് വിമർശനം. 7 വിചിത്ര രാത്രികൾ കൊണ്ട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. സുതാര്യതയുടെയും വിവരാവകാശത്തിന്റെയും യുഗത്തിൽ തന്റെ ആവശ്യം വിചിത്രമാണെന്ന് പറഞ്ഞത് ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നും എൻ പ്രശാന്ത് പറയുന്നു. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഇത്തവണയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണോ എൻ പ്രശാന്തിന്റെ പ്രതികരണം? എന്താണ് അദ്ദേഹം പറയുന്നത്? സ്മൃതി, വരുന്ന ബുധനാഴ്ചയാണ് എൻ പ്രശാന്തിന്റെ ഹിയറിംഗ്. വൈകിട്ട് 4:30 ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ ആ ഹിയറിംഗ് നടക്കുന്നത്. ആ ഹിയറിംഗുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് പ്രശാന്ത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ വിമർശിച്ച് രംഗത്തെത്തുന്നത്. നേരത്തെ ഏപ്രിൽ 4 നൽകിയ കത്തിന് മറുപടിയായി തൻ്റെ ആവശ്യം അത് ചീഫ് സെക്രട്ടറി അംഗീകരിച്ചിരുന്നു. തനിക്ക് തൻ്റെ ഹിയറിംഗ് അത് തത്സമയ സംപ്രേഷണം നടത്തണം എന്നായിരുന്നു ആവശ്യം. അതാണ് ലൈവ് സ്ട്രീമിങ്ങിനുള്ള അനുവാദമാണ് നൽകിയത്. പക്ഷേ പിന്നീട് 11 മറ്റൊരു കത്തിൽ വിശദീകരിക്കുന്നത് ഈ ലൈവ് സ്ട്രീം നടത്താൻ പറ്റില്ല എന്നതാണ്. അതിന് അനുമതി നിഷേധിക്കുകയാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നിലപാട് മാറ്റാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് ലൈവ് സ്ട്രീമിംഗ്, ഹിയറിംഗിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ചീഫ് സെക്രട്ടറി എത്തുന്നത്? ആ കാര്യം തനിക്ക് ലഭിച്ച മറുപടി കത്തിൽ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ പിന്നിലുള്ളത് എന്താണ് താല്പര്യമെന്നത് വിശദീകരിക്കണമെന്ന ആവശ്യം കൂടി എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ തുടക്കത്തിൽ നൽകിയ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഹിയറിംഗ് 4:30 തുടങ്ങും. അത് നേരത്തെ തന്നെ പ്രശാന്തിൻ്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് കത്തിൽ. പക്ഷേ പിന്നീട് 11-ാം തീയതി ആ നിലപാട് മാറ്റി. പിന്നീട് ഈ ലൈവ് സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ടടക്കം ചില വിമർശനങ്ങളും അത് വലിയ ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാകാം ഒരുപക്ഷെ ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു തിരുത്തിന് തയ്യാറാകുന്നത്, മലക്കം മറിച്ചിലിന് തയ്യാറാകുന്നത്. ജയതിലകന്റെ സ്വാധീനത്തിന് വഴങ്ങുകയായിരുന്നു ചീഫ് സെക്രട്ടറി എന്നടക്കം ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുമുണ്ട്. അതിനിടയിലാണ് വീണ്ടും ചീഫ് സെക്രട്ടറി വിമർശിച്ചുകൊണ്ട് എൻ പ്രശാന്ത് രംഗത്തെത്തുന്നത്. സ്മൃതി, ശരി, ഹിയറിംഗിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതികരണം എൻ പ്രശാന്തിൽ നിന്ന് വന്നിരിക്കുന്നത്.